പള്ളിയിലെ കഴിഞ്ഞ് വന്നപാടെ ആദ്യം നോക്കിയത് വെള്ളയപ്പം പൊന്തിയാന്നാണ്. എൻ്റെ ആ വെള്ളയപ്പച്ചട്ടി ഇത്തിരി കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാനത് മാറ്റിയിട്ട് പുതിയതൊരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് വാങ്ങിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടോ. അപ്പോൾ ഇന്ന് വെള്ളയപ്പം ഉണ്ടാക്കണേണ്. അപ്പോൾ ഇന്ന് വെള്ളയപ്പം ഉണ്ടാക്കി തരാം, പുതിയ ചട്ടിയിൽ ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞ് ഇന്ന് വെള്ളയപ്പം ഉണ്ടാക്കണേണ്. കറിയായിട്ട് ഞാൻ ബീഫിൽ ഉരുളക്കിഴങ്ങിട്ട് തേങ്ങാപ്പാലിട്ട് വെക്കണ ഒരു കറി ഞങ്ങൾക്കും ജോയ്സിനും ഗ്രീൻ പീസ് കറിയും വേണ്ട. കഴിഞ്ഞ ഞായറാഴ്ച വാങ്ങിയ ബീഫിൽ കുറച്ചെടുത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റൂ വെക്കാനായിട്ട്. അപ്പോൾ ജോയ്സിന് വെജിറ്റബിൾ സ്റ്റൂവും ഞങ്ങൾക്ക് ബീഫിൻ്റെ സ്റ്റൂവും വെക്കാനായിട്ടാണ്. അപ്പോൾ അയാൾക്ക് വേണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒപ്പിച്ചത് കേട്ടോ. നമ്മ ഇങ്ങനെ കഴിക്കുമ്പോൾ അയാൾക്ക് വല്ല പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾ കഴിച്ചോ എന്ന് എപ്പോഴും പറയാറുള്ളൂ കേട്ടോ. അങ്ങനെ വേറെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. പിന്നെ സ്മെല്ലടിക്കുമ്പോഴോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ലേ. പക്ഷെ നമുക്ക് ആ ബുദ്ധിമുട്ട് അയാളുടെ മുമ്പിലിരുന്ന് ഇങ്ങനെ കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ കാപ്പിയാണ് എടുത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചക്കും അയാൾ ഞങ്ങൾക്കൊരു പണി വന്ന് അയാൾക്ക് കൂൺ ഒലത്തി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ പച്ചമോരും അച്ചാറും മതി എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മന്തി മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. മന്തിയുടെ മണമൊന്നും അടിച്ചിട്ടൊന്നും പ്രശ്നമൊന്നുമില്ല. നമ്മൾ എല്ലാവരും കൂടി ഒരു ടേബിളും ഇരുന്നാണ് കഴിക്കുന്നത്. ജോയ്സിന് ഇതിനൊരു ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് ആ ബുദ്ധിമുട്ട് ജോയ്സൻ കഴിക്കാണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഇതെങ്ങനെയാണ് കഴിക്കണേന്നും പറഞ്ഞ്